അപ്പമായവനെ തേടി അപ്പത്തിന്റെ നാടാകുന്ന ബത്ലഹേമിലേക്ക് നാം യാത്ര തുടങ്ങിയതിന്റെ 15-ാം ദിനം. ഈ ദിനത്തില് അപ്പമായി പിറക്കാൻ, നമ്മുടെ ഇടയിലേക്ക് വന്നു പിറക്കാൻ ദൈവപിതാവ് തിരഞ്ഞെടുത്ത പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്കും ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ വന്നു പിറന്ന ഉണ്ണീശോയെ നമ്മുടെ ഹൃദയത്തിൽ പിറക്കുവാൻ ഇടമൊരുക്കുവാൻ പരിശുദ്ധ അമ്മ മാതാവേ, ഞങ്ങളെയും സഹായിക്കണമേ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ സമയത്തും ഇന്നത്തെ നമ്മുടെ വിഷയം ജനിച്ചേട്ടൻ പറഞ്ഞതുപോലെ ആദ്യമേ തന്നെ നന്ദി പറയുന്നു. എല്ലാവരോടും ഹോളി ഹോം മിനിസ്ട്രിയിലെ എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി. കുടുംബം പ്രോത്സാഹനത്തിന്റെ സ്ഥലം. ഇന്നത്തെ വചനം നമുക്ക് നൽകിയിരിക്കുന്നത് വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 38-ാം വാക്യം. മറിയം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, പരിശുദ്ധ അമ്മയെ ഗബ്രിയേൽ ദൂതൻ പ്രോത്സാഹിപ്പിച്ച ഒരു സ്ഥലമായിരുന്നു അത്. ദൈവപുത്രനായി ഈ ലോകത്തിലേക്ക് വന്നു പിറക്കാൻ പിതാവായ ദൈവം തെരഞ്ഞെടുത്തപ്പോൾ സ്വമനസാലെ ഒന്നും ഒരു മറുപടി പോലും വേറെ ഒന്നും പറയാതെ ഏറ്റെടുത്ത സ്ഥലം. അതുപോലെ തന്നെ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 24-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു, അവൻ അവളെ ഭാര്യയായി സ്വീകരിച്ചു എന്ന്. അവിടെയും മറുത്തൊന്നും പറയാതെ സന്തോഷത്തോടുകൂടി തന്റെ ഭാര്യയെ സ്വീകരിച്ചെടുത്ത സ്ഥലം. ഞാൻ 4 വരി പാട്ടൊന്ന് പാടാം. കുടുംബം സ്വർഗീയ പൂങ്കാവനം, പരിശുദ്ധ ത്രിത്വത്തിൻ പുണ്യഗേഹം, സുന്ദര സ്വപ്നങ്ങൾ പൂജോടി നിൽക്കുന്ന സ്വർഗീയ സായുജ്യ സന്നിധാനം, സുന്ദര സ്വപ്നങ്ങൾ പൂജോടി നിൽക്കുന്ന സ്വർഗീയ സായുജ്യ സന്നിധാനം. കുടുംബം സ്വർഗീയ പൂങ്കാവനം, പരിശുദ്ധ ത്രിത്വത്തിൻ പുണ്യഗേഹം. നാം എപ്പോഴും നമ്മൾ പറയാറുള്ള ഒരു വാക്കമാണ്, കൂടുമ്പോൾ ഇമ്പം പകരുന്നതാണ് കുടുംബമെന്ന്. അതെ, കുടുംബമാണ് ഇന്ന് സമൂഹത്തിന്റെ അടിസ്ഥാനം. സമൂഹമാണ് സഭയുടെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ ആണിക്കല്ല്. രാജ്യങ്ങളാണ് ലോകത്തിന്റെ കെട്ടുറപ്പ് അല്ലെങ്കിൽ നിലനിൽപ്പിന് കാരണം. ഈ നിലനിൽപ്പ് സാധ്യമാകണമെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ തന്നെ നാം പരസ്പരം പ്രോത്സാഹിപ്പിക്കുകയും ബഹുമാനിക്കുകയും എല്ലാം ചെയ്താൽ മാത്രമേ അതിന് സാധ്യമാവുകയുള്ളൂ. പരിശുദ്ധ ത്രിത്വം ഒന്നായിരിക്കുന്നത് പോലെ നമ്മുടെ കുടുംബവും ഒന്നായിരിക്കണം. ആ കുടുംബത്തിന് കെട്ടുറപ്പ് നൽകുന്ന ഒരു മുപ്പരിച്ചരട് പോലെ, പരിശുദ്ധ ത്രിത്വം നിലനിൽക്കുന്നത് പോലെ നമ്മുടെ കുടുംബം ഒരു ചരടായി മാറിയാൽ മാത്രമേ നമുക്ക് കുടുംബത്തില് സമാധാനം ഉണ്ടാകുവാൻ സാധിക്കുകയുള്ളൂ, പ്രോത്സാഹിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. എന്നതുപോലെ തന്നെയാണ് നമ്മുടെ ചുറ്റിലുള്ളവരിലേക്ക്, നാം ജോലി ചെയ്യുന്ന ഇടങ്ങളിലേക്കെല്ലാം ആ പ്രോത്സാഹനവും സന്തോഷവും സമാധാനവും പകർന്നു നൽകുവാനും സാധിക്കുകയുള്ളൂ. ദൈവത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഇടമാണ് കുടുംബം എന്നത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പറയാറുണ്ട്, കുടുംബത്തെ സ്ഥാപിക്കുകയും കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു എന്ന്. പിതാവായ ദൈവം ആദ്യമായി സ്ഥാപിച്ച ഒരു കുദാശയാണ് വിവാഹം എന്നത്. ദൈവം ആശീർവദിച്ച ആ വിവാഹത്തെ ആർക്കും വേർപെടുത്തുവാൻ അനുവാദമില്ല, അതിന് സാധിക്കുകയില്ല. അതിന് നമുക്ക് ഏറ്റവും ആവശ്യം പരസ്പര പ്രോത്സാഹനവും സന്തോഷവും സമാധാനവും നിറഞ്ഞ ജീവിതമാണ്. പിതാവായ ദൈവം സ്ഥാപിച്ചതും പുത്രനായ ദൈവം ആശീർവദിച്ചതും പരിശുദ്ധാത്മാവ് നയിക്കുകയും നവീകരിക്കുകയും ചെയ്യുന്നതാണ് കുടുംബം. നമ്മുടെ ബൈബിളിൽ ഉടനീളം നാം കാണുന്നതാണ്. അബ്രാഹത്തിന്റെ കുടുംബം, നോഹയുടെ കുടുംബം, ഇസ്ഹാക്കിന്റെ കുടുംബം, യാക്കോവിന്റെ കുടുംബം, എലിസബത്തിന്റെ സക്രിയയുടെ കുടുംബം, തിരുക്കുടുംബം. ഈ കുടുംബങ്ങളെല്ലാം നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, അവരിലുണ്ടായിരുന്ന ആ പരസ്പര സ്നേഹവും ബഹുമാനവും മൂലം ദൈവം അവരിലേക്ക് ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾ. ഓരോ കുടുംബങ്ങളുടെയും അടിസ്ഥാന ഘടകം നാം കണ്ടെത്തേണ്ടത് പരിശുദ്ധ ത്രിത്വത്തിൽ തന്നെയാണ്.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായിരിക്കുന്ന പോലെ നാമും ഒന്നായിരിക്കണം എന്നതുപോലെയാണ് നാം ഒരു കെട്ടിടം പണിയുമ്പോൾ അതിന്റെ ഇടയിൽ നാം ചേർക്കുന്ന ഒരു മിശ്രിതമുണ്ട്. സിമെന്റും മണലും വെള്ളവും ചേർത്തൊരു മിശ്രിതം. അത് ഇടയ്ക്ക് വെച്ചാൽ മാത്രമേ ആ കല്ലുകൾ തമ്മിൽ ഒട്ടിച്ചേർന്ന് നിൽക്കുവാനും കെട്ടിടങ്ങൾക്ക് ഉറപ്പുണ്ടാകുവാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ കുടുംബമാകുന്ന ആ ഇതിലേക്ക് പരിശുദ്ധ ത്രിത്വമാകുന്ന ത്രിത്വത്തെ നമ്മുടെ കുടുംബത്തിൽ ചേർത്ത് നിർത്തുമ്പോൾ പരസ്പര സ്നേഹത്തിന്, സമാധാനത്തിന്, പ്രോത്സാഹനത്തിന് നമുക്ക് ഒരു അടിത്തറ ഇടുവാനായിട്ട് അല്ലെങ്കിൽ ഉറപ്പ് നൽകുവാനായിട്ട് സാധിക്കുന്നു. 128 സങ്കീർത്തനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും, നീ സന്തുഷ്ടനായിരിക്കും, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി പോലെയായിരിക്കും. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും. കർത്താവിന്റെ ഭക്തൻ ഇപ്രകാരം അനുഗ്രഹീതനാകും. കർത്താവ് സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. നിന്റെ ആയുഷ്കാലം അത്രയും നീ ജെറുസലേമിന്റെ ഐശ്വര്യം കാണും. നിന്റെ മക്കളെ കാണാൻ നിനക്കിട വരട്ടെ. ഇസ്രായേലിന് സമാധാനമുണ്ടാകട്ടെ. ഈ 128 സങ്കീർത്തനത്തിൽ 3-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: നിന്റെ ഭാര്യ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി പോലെയായിരിക്കും. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയുമെന്ന്. അതെ, മുന്തിരി ചെടിയുടെ കാര്യം നമുക്കറിയാം. മുന്തിരി ചെടി വളർന്നു വരുമ്പോൾ അതിന് പല പല ശാഖകൾ ഉണ്ടാകും. ആ ശാഖകളിൽ നേരെ നിൽക്കണമെങ്കിൽ നാം അതിനെ കെട്ടിവിടണം. അതിനായി കെട്ടിവിടുന്നത് പോലെ ഭാര്യയാകുന്ന മുന്തിരി ആ വള്ളിക്ക് നേരെ നിൽക്കുവാനായിട്ട് താങ്ങും തണലുമായി ദൈവം നൽകിയ തുണയാണ് ഭർത്താവ്. ആ ഭർത്താവിനും ഭാര്യയ്ക്കും ലഭിച്ചിരിക്കുന്ന തമ്പുരാൻ നൽകിയ കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞുങ്ങൾ അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവരെ ഈ മുന്തിരിവള്ളിയെ കെട്ടിവിടുന്നത് പോലെ തങ്ങളുടെ മക്കളെ തങ്ങളോട് ചേർത്ത് നിർത്തി മുന്നോട്ട് കൊണ്ടുപോകുവാനും അവരെ പരസ്പരം സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും പഠിപ്പിക്കുമ്പോൾ അവിടെ കെട്ടുറപ്പുണ്ടാവുകയാണ് ചെയ്യുന്നത്. ഭാര്യ തന്റെ ഭർത്താവിന്റെ കുറവുകളെയും നിറവുകളെയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണം എന്നതുപോലെ ഭർത്താവ് തന്റെ ഭാര്യയുടെ കുറവുകളെയും നിറവുകളെയും സ്നേഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. ഇവർ രണ്ടുപേരും കൂടി മക്കളുടെ കുറവുകളെ, നിറവുകളെ സ്നേഹത്തോടെ, സന്തോഷത്തോടെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമ്പോൾ അവിടെ ഭൂമിയിൽ സ്വർഗം പണിയുവാൻ നമുക്ക് സാധിക്കുന്നു. ഈ കുടുംബത്തിലൂടെ നാം മറ്റുള്ളവരിലേക്ക് ആ സ്നേഹവും പ്രോത്സാഹനവും കൊടുക്കുവാനും സാധിക്കും. കുടുംബത്തിൽ സമാധാനമില്ലെങ്കിൽ നാം പുറത്തിറങ്ങിയാലും അവിടെയും നാം സമാധാനം നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുക. അവിടെ നമുക്ക് പ്രോത്സാഹനം നൽകുവാനോ ഒന്നും ചെയ്യുവാനോ സാധിക്കാതെ വരുന്നു. അതുപോലെ തന്നെ തങ്ങളുടെ ജീവിത പങ്കാളി തന്റെ ജീവിത പങ്കാളിയിലുള്ള കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുവാൻ നാം പരിശ്രമിക്കണം. അവരെ ഒരിക്കൽ പോലും അവരുടെ കുറവുകളെയോ കുറ്റങ്ങളെയോ മറ്റുള്ളവരുടെ മുമ്പിൽ കുറ്റപ്പെടുത്തുകയോ താഴ്ത്തിക്കെട്ടി സംസാരിക്കുകയോ ചെയ്യാതിരിക്കുമ്പോൾ അവളിൽ ഉണ്ടാകുന്ന സന്തോഷം മറ്റൊന്നാണ്. അവരിൽ ഉണ്ടാകുന്ന മുറിവ് നാം താഴ്ത്തിക്കെട്ടി സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ കുറ്റം പറയുമ്പോൾ അവരുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന മുറിവുകളെ ഉണക്കാനും വളരെ പ്രയാസകരമായി തീരും. തന്റെ ഭാര്യ ഒരു ഭക്ഷണം പാകം ചെയ്ത് മേശയിൽ കൊണ്ടുവരുമ്പോൾ അതിൽ ചിലപ്പോൾ പല കുറവുകളും കാണാം. പക്ഷേ ആ കുറവുകളെയെല്ലാം മനോഹരമാക്കി തീർത്തുകൊണ്ട് ഭർത്താവ് അവളെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അവൾക്കുണ്ടാകുന്ന സന്തോഷം വളരെ വലുതാണ്. അങ്ങനെ നാം പരസ്പരം പ്രോത്സാഹിപ്പിക്കുമ്പോൾ തന്റെ ഭർത്താവ് ചെയ്യുന്ന കാര്യങ്ങളെ കുറ്റപ്പെടുത്താതെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ അത് കണ്ടു വളരുന്നു. അവരിലും ആ സ്നേഹവും സന്തോഷവും വളർന്നു വരികയും അവരും ഇതുപോലെ പരസ്പരം പ്രോത്സാഹിപ്പിക്കുവാനും സന്തോഷത്തോടുകൂടി തന്റെ കൂട്ടുകാരെ അല്ലെങ്കിൽ തന്റെ കൂടെ വരുന്ന കൂട്ടുകാരൊക്കെയുള്ള കുറവുകളെ നിറവുകളാക്കി തീർക്കുവാൻ, അവരെ പ്രോത്സാഹിപ്പിക്കുവാൻ അവർക്കും സാധ്യതമായി തീരുന്നു. 122 സങ്കീർത്തനം 7-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു: നിന്റെ മതിലുകൾക്കുള്ളിൽ സമാധാനവും നിന്റെ ഗോപുരങ്ങൾക്കുള്ളിൽ സുരക്ഷിതത്വവും ഉണ്ടാകട്ടെ എന്ന്. നമ്മുടെ കുടുംബത്തിൽ കുടിച്ചിട്ട് വരുന്ന ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ ആ കുടുംബത്തിൽ ഒരിക്കലും സമാധാനം സ്ഥാപിക്കുവാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെയാണ് ജോലി കഴിഞ്ഞ് മടുത്തു വരുന്ന ഭർത്താവിനോട് കയറി സംസാരിക്കുന്ന ഭാര്യയുണ്ടെങ്കിൽ അവിടെ ആ സമാധാനം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പരസ്പര സ്നേഹത്തോടെ അതിനെയെല്ലാം നിറവാക്കി മാറ്റുവാനായിട്ട് രണ്ടുപേരും ചേർന്നാൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. ഞാനൊരു ചെറിയ കഥ പറയാം. അതായത്
2 ക്ലാസ് റൂം. അതിലൊരു ക്ലാസ് റൂമിൽ ടീച്ചർ ഇല്ലായിരുന്നു. മറ്റേ ക്ലാസ് റൂമിൽ ടീച്ചറിന് ക്ലാസ് എടുക്കുവാൻ സാധിക്കുന്നില്ല. അവസാനം ടീച്ചർ ചെന്ന് മറ്റേ ക്ലാസ്സിൽ നോക്കിയപ്പോൾ അവിടെ ടീച്ചർ ഇല്ലാത്തതിനാൽ കുട്ടികൾ കിടന്ന് ബഹളം വയ്ക്കുകയാണ്. അതിൽ ഒരു കുട്ടിയായിരുന്നു ഇതിന് കൂടുതൽ കൈയെടുത്ത് ഇതുപോലെ ബഹളമുണ്ടാക്കുന്നത്. അവനെ സ്നേഹപൂർവ്വം ടീച്ചർ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, അവനെ ഓഫീസ് റൂമിലേക്ക് കൊണ്ടുപോയി ഒരു ലോക മാപ്പ് എടുത്ത് കയ്യിൽ കൊടുത്തു. അതിന് വെറുതെ കൊടുക്കുകയല്ല ചെയ്തത്. അതിനെ പല കഷ്ണങ്ങളായി വലിച്ചു കീറിയിട്ട് അവന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഒരു ടേപ്പും അവന്റെ കയ്യിൽ കൊടുത്തു. നീ ഈ ലോക മാപ്പ് എവിടെയെങ്കിലും പോയിരുന്ന് ശരിയാക്കുക എന്ന്. അത് കൊടുത്തിട്ട് ടീച്ചർ പോയി സ്വസ്ഥമായി ക്ലാസ് എടുക്കുവാൻ തുടങ്ങി. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ വീണ്ടും ബഹളം തുടങ്ങി. അവൻ അവൻ ഈ ലോകമാപ്പ് എടുത്ത് നോക്കിയപ്പോൾ അവന് ഒരു പിടിയും കിട്ടുന്നില്ല. കാരണം ലോകമാപ്പില് എവിടെയാണ് ഇന്ത്യ, എവിടെയാണ് ഏഷ്യ, ഇങ്ങനെയൊന്നും അവന് അറിയത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ തിരിച്ചും മറിച്ചും നോക്കിയപ്പോഴാണ് അവൻ കാണുന്നത് ഒരു മനുഷ്യന്റെ മുഖം. അത് കഴിഞ്ഞപ്പോൾ കയ്യ്, കാല് എന്നിങ്ങനെ പല ഭാഗങ്ങൾ അവൻ കണ്ടു. അപ്പോൾ അവന് മനസ്സിലായി, ലോകത്തെ ശരിയാക്കാൻ നോക്കിയാൽ എനിക്ക് സാധിക്കുകയില്ല. എന്നാൽ ഒരു മനുഷ്യൻ ആരാണെന്നും എങ്ങനെയാണ് രൂപമെന്നും എനിക്കറിയാം. അവന് ശരിയാക്കാൻ എനിക്ക് സാധിക്കും. അവൻ അതിന്റെ ഓരോ ഭാഗങ്ങളെടുത്ത് ടീച്ചർ കൊടുത്ത ടേപ്പ് കൊണ്ട് ഒട്ടിച്ചു വെച്ചു. അപ്പോൾ ആ ലോകമാപ്പ് ശരിയായി. മനുഷ്യരൂപം നേരെയായപ്പോൾ ആ ലോകമാപ്പ് നേരെയായി. കുറച്ചു സമയം കഴിഞ്ഞ് വീണ്ടും ക്ലാസ്സിൽ ബഹളം തുടങ്ങി. ടീച്ചർ വീണ്ടും ചെന്ന് നോക്കിയപ്പോൾ അവൻ വന്നിരുന്ന് വീണ്ടും ബഹളമുണ്ടാക്കുന്നു. അപ്പോൾ അവനെ വിളിച്ചിട്ട് അവനോട് ചോദിച്ചു, എന്താണ് ഞാൻ നിന്നോട് പറഞ്ഞത് ലോകമാപ്പ് ശരിയാക്കാനല്ലേ? എന്നിട്ട് എന്ത് സംഭവിച്ചു? അപ്പോൾ അവൻ പറഞ്ഞു, ടീച്ചറെ ഞാൻ അത് എപ്പോഴോ ശരിയാക്കി കഴിഞ്ഞു. അവൻ ചോദിച്ചു, അതെങ്ങനെ നീ ശരിയാക്കി? അപ്പോൾ അവൻ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ടീച്ചറെ ലോകമാപ്പ് എനിക്ക് ശരിയാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അതിലൊരു മനുഷ്യനെ ഞാൻ കണ്ടു. ആ മനുഷ്യനെ ഞാൻ ശരിയാക്കിയപ്പോൾ ലോകമാപ്പ് ശരിയാക്കി. ഇതിൽ ഒരു മനുഷ്യൻ നന്നായാൽ ലോകം നന്നാവും ടീച്ചറെ എന്നപ്പോൾ ടീച്ചറിന് ലഭിച്ച ഒരു പാഠമായിരുന്നു അത്. അതെ, നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ ഒരു കുടുംബം നന്നായാൽ ലോകത്തെ മുഴുവൻ നമുക്കും നേരെയാക്കുവാൻ അല്ലെങ്കിൽ ഒരുമിച്ച് നിർത്തുവാൻ സാധിക്കുമെന്നൊരു സന്ദേശം നമുക്ക് ഇതിലൂടെ നമുക്ക് ലഭിക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ പരസ്പരം സ്നേഹിച്ചും സമാധാനത്തോടും പ്രോത്സാഹിപ്പിച്ചും കൂടെ നമ്മുടെ കുടുംബത്തെ നയിക്കുവാനായിട്ട് പരിശുദ്ധ ത്രിത്വത്തിന്റെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം. പരിശുദ്ധ അമ്മയും തിരുഹൃദയവും ഈശോയും പിതാവായ ദൈവവും പരിശുദ്ധാത്മാവും ത്രിത്വൈക ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി ഈശോ എല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. പുൽക്കൂട്ടിൽ വന്നു പിറന്ന ഈശോ നമ്മുടെ ഹൃദയത്തിലും വന്നു പിറക്കുവാനായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയ്ക്ക് നന്ദി. ആവേ മരിയ.